നമ്മുടെ അർജുൻ്റെ വിഷയം എല്ലാവരും പറഞ്ഞ അർജുൻ്റെ വണ്ടി കണ്ടുപിടിക്കാൻ അത് പിന്നെ സ്പോട്ടാണെന്ന് പറഞ്ഞത് 3 പാർട്ടായിട്ടാണെന്ന് പറയുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ പലതും വരുന്നുണ്ട്. നമുക്കതിനെപ്പറ്റി പിന്നെ സംസാരിക്കാം. എന്താണെന്നൊരു തീരുമാനം ഇന്ന് അർജുനെ കണ്ടെത്താൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. ഞാനിപ്പം പറയാൻ പോകുന്ന വേറൊരു വിഷയം, അർജുൻ്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം. അർജുൻ അപകടത്തിൽപ്പെട്ടു. ആദ്യത്തെ ദിനങ്ങളിലൊന്നും പത്രങ്ങളിലൊന്നും അങ്ങനെ വാർത്ത വന്നിട്ട് വലിയ ലൈവായിട്ടൊന്നും പോയില്ല. പക്ഷേ 4ാമത്തെ ദിവസം തൊട്ട് അത് ഭയങ്കര പ്രശ്നമായി മാറുകയും അപ്പം ധൈര്യസമേതം അർജുനെ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു മലയാളി ചെറുപ്പക്കാരൻ ഇറങ്ങി പുറപ്പെട്ടു. രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ. അന്ന് ടി വിക്കാർക്കും എല്ലാ മാധ്യമങ്ങൾക്കും, ടി വിയിൽ നമ്മുടെ ദൃശ്യമാധ്യമങ്ങൾക്കെല്ലാം അവൻ വേണ്ടപ്പെട്ടവനായിരുന്നു, വലിയ വേണ്ടപ്പെട്ടവനായിരുന്നു. അവൻ്റെ വാക്കുകൾക്ക് വേണ്ടി ചാനലുകൾ ഇങ്ങനെ കാത്തിരുന്നു, ലൈവിൽ പലപ്പോഴും പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെയൊക്കെ ഒരു വ്യക്തി. അപ്പം ഇന്നലെ നദിയിലാണ് ഈ ലോറി എന്ന് അറിഞ്ഞ അന്ന് മുതൽ രഞ്ജിത്ത് ഇസ്രായേലിനെ പല ചാനലുകൾക്കും കണ്ടുകൂടാ, അവനെ തള്ളിപ്പറയാൻ തുടങ്ങി. എന്ത് കഷ്ടമായതല്ലേ? സത്യം പറഞ്ഞാൽ വളരെയധികം കഷ്ടമാണ്. യാതൊരു പ്രതിഫലവും ഇച്ഛിക്കാതെ ഒരു മനുഷ്യൻ തൻ്റെ സഹജീവിയെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടു. രഞ്ജിത്ത് ചെയ്ത കുറ്റം എന്താ എനിക്ക് മനസ്സിലാകുന്നില്ല. സൈബറിടങ്ങളിൽ രഞ്ജിത്ത് വാ തുറക്കരുതെന്ന് പറയുന്നു, രഞ്ജിത്തിനെ വിശ്വസിക്കാൻ പാടില്ല എന്ന് പറയുന്നു. രഞ്ജിത്താണ് ഒരുപക്ഷെ അർജുൻ്റെ മരണം ഈ മണ്ണിടിച്ചിൽ തന്നെ ഉണ്ടായത് രഞ്ജിത്താണെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. കഷ്ടമാണ്. അപ്പം ഇതിനകത്ത് ഇന്നലെ ഏഷ്യാനെറ്റ് ന്യൂസിൽ തന്നെ രഞ്ജിത്തിനെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾ സംസാരിച്ചു, രഞ്ജിത്തിനെ പിടിച്ചിരുത്തിയതിന് ഏറ്റവും വലിയ തെറ്റായിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നുണ്ട്. അദ്ദേഹം എന്താ പറയുന്നത്, തട്ടിപ്പുകളുടെ വീരനാണ് എന്നൊക്കെയുള്ള രീതിയിൽ ഏഷ്യാനെറ്റ് ന്യൂസിലെ വിനു സംസാരിക്കുന്നുണ്ട്. സത്യം എന്താ എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇന്നലെ വൈകുന്നേരം വരെ ഇത് നദിയിൽ തന്നെ ആണെന്ന് കൺഫേം ചെയ്യുന്നിടം വരെ രഞ്ജിത്തിനെ വേണമായിരുന്നു. രഞ്ജിത്തിൽ നിന്ന് വാർത്തകൾ ശേഖരിക്കണമായിരുന്നു. രഞ്ജിത്ത് ഒരു ഹീറോ പരിവേഷം തന്നെയായിരുന്നു പല മാധ്യമങ്ങളും, ദൃശ്യമാധ്യമങ്ങളൊക്കെ കൊടുത്തത്. പ്രത്യേകിച്ച് രഞ്ജിത്ത് മലയാളത്തിൽ സംസാരിക്കുമ്പം അത് എല്ലാവർക്കും ഒരു പ്രത്യേകതയാണ്, എല്ലാവർക്കും മനസ്സിലാകുമായിരുന്നു. മിനിറ്റ് രഞ്ജിത്തുമായിട്ട് സംസാരിക്കുന്ന ചാനലുകളും ഒക്കെ ഉണ്ടായിരുന്നു, ലൈവായിട്ട് പോയിക്കൊണ്ടിരുന്നു. പക്ഷെ ഇന്നലെ രഞ്ജിത്തിൻ്റെ കയ്യിൽ നിന്നൊരു തെറ്റ് സംഭവിച്ചു എന്നാണ് പറയുന്നത്. എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല രഞ്ജിത്ത് അന്ന് പറഞ്ഞത് എന്താണ്. എനിക്ക് തോന്നുന്നു ആദ്യ സമയത്തെ എല്ലാ ദൃശ്യമാധ്യമങ്ങളും, ഈ പറയുന്നത് ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള ദൃശ്യമാധ്യമങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് ഇവർ പുഴയിൽ കാണില്ല, അത് കരയിൽ തന്നെ ആയിരിക്കും എന്ന് 100% ഉറപ്പ്, മാപ്പുമൊക്കെ വരച്ചാണ് ഓരോരുത്തർ രേഖപ്പെടുത്തിയത്. ഇപ്പോഴും മാപ്പിന് യാതൊരു ഇതുമില്ല. ഇന്നടത്താണ് തന്നെ അവിടെ കുഴിച്ചു നോക്കിയാൽ കിട്ടുമെന്ന് പറഞ്ഞ ദൃശ്യമാധ്യമങ്ങൾ തന്നെയുണ്ട്. അപ്പം രഞ്ജിത്ത് എന്താ പറഞ്ഞത്? രഞ്ജിത്ത് പറഞ്ഞത് 3ാമത്തെ ദിവസം ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, അങ്ങനെയെങ്കിൽ അത് കരയിൽ തന്നെ ആകാനാണ് സാധ്യത കൂടുതലെന്നാണ് പറഞ്ഞത്. അത് എല്ലാവരും വിശ്വസിച്ച, മലയാളികളായ എല്ലാവരും വിശ്വസിച്ച കാര്യം അത് തന്നെയാണ്. ഫോൺ റിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും വെള്ളത്തിലായിരിക്കത്തില്ല എന്നൊരു തോന്നലായിരുന്നു. അതാണ് രഞ്ജിത്തിനും പറ്റിയത്. രഞ്ജിത്ത് ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്താൻ വേണ്ടി പോയി, അവിടെ ഇത്രയൊക്കെ ചെയ്തു. ഈ രഞ്ജിത്തിനെ 5ാമത്തെ ദിവസം തൊട്ടാണ് രഞ്ജിത്ത് ചെല്ലുന്നത്. രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവിടെ ചെല്ലുന്നത്. അതിനു മുമ്പ് 4 ദിവസം അവിടുത്തെ പോലീസും എല്ലാം ഇല്ലേ, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റി? അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇതാരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം തന്നെ ഈ ലോറി ഇന്ന സ്ഥലത്തുണ്ട്, സ്പോട്ട് അവിടെയാണ് എന്ന് പറഞ്ഞിട്ട് പോലും നമ്മൾ 2 ദിവസമായിട്ട് നേവിയും നമ്മളുടെ എല്ലാം സൈനികരും ഒക്കെ ഉണ്ടായിട്ട് നമ്മൾ ഇരുട്ടിത്തപ്പിക്കൊണ്ട് എങ്ങനെ എടുക്കും? അത് നാവികസേനയിലെ മികച്ച അംഗങ്ങൾ
അവിടെ അതുപോലെ അടിയൊഴുക്കുക. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതാണ് പ്രശ്നം. അവരെല്ലാം ഈ അർജുനെ തിരയുന്നതിന് വേണ്ടി തയ്യാറാണ്. പക്ഷേ അടിയൊഴുക്ക് അത്ര ശക്തമായ അടിയൊഴുക്കിൽ അവർക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല നാവികർക്കൊന്നും. അവരെന്ത് ചെയ്യാൻ പറ്റും? എന്നിട്ട് അവരെ കുറ്റപ്പെടുത്തിയാൽ മതിയോ? ഇതെല്ലാം കുറ്റപ്പെടുത്തൽ മാത്രമേ നടക്കുന്നുള്ളൂ. ഞാനിപ്പം പറയുന്നതെന്ന് പറയാൻ രഞ്ജിത്ത് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ നമ്മൾ വീട്ടിൽ ഇരുന്ന് ടി വിയും കണ്ട് രസിച്ച് TV ചാനലുകളെല്ലാം ലൈവ് കണ്ടു. ഇപ്പോൾ ഈ വാർത്ത വായിക്കുന്നവർ സ്റ്റുഡിയോയിലിരുന്ന് ഒക്കെ കാറ്റുകൊള്ളുകയായിരുന്നു. നമ്മൾ ഘോരഘോര ഇപ്പം ഞാൻ ഉൾപ്പെടെ യൂട്യൂബിനകത്ത് ഇന്ന് അർജുനു വേണ്ടി കേഴുകയായിരുന്നു. പക്ഷെ ആ ചെറുപ്പക്കാരനാണ് അവിടെ പോവുകയും ഇത്രയും ദിവസം അവിടെ കഷ്ടപ്പെടുന്നത്. അവനെന്തെങ്കിലും ഫോക്കേട് അവന് വീട്ടിൽ ഇരുന്നാൽ പോരെ. എന്നിട്ട് അവസാനം കിട്ടിയ പഴി തട്ടിപ്പുകാരൻ എന്നുള്ള പേരും കിട്ടി. കഷ്ടം തന്നെ. ഇനി നാളെ ആ മനുഷ്യനെ എവിടെയെങ്കിലും പോകാൻ തോന്നും, ഏതെങ്കിലും അപകടത്തിൽ പറ്റി ഒരാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി. അങ്ങനെ ഒരു മനസ്സുള്ളൊരു മനുഷ്യനാണ് രഞ്ജിത്ത് കൃഷ്ണൻ. അങ്ങേർക്ക് തെറ്റുപറ്റി കാണും. അങ്ങേര് മാത്രമല്ലല്ലേ, ഇവിടെ MLA പോയിരിക്കുന്നു, മന്ത്രിമാർ എല്ലാവരും പോയി. ഈ രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരാൾ പറയുന്ന രീതിയിലാണ് ഈ പട്ടാളം ഉൾപ്പെടെയുള്ള ഒരു തീരുമാനം എടുക്കുന്നതെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അല്ലേ? രഞ്ജിത്ത് പറഞ്ഞു കരയിലായതെന്ന് പറഞ്ഞുകൊണ്ട് കരയിൽ പരിശോധിച്ചെന്നാണ് പറയുന്നത്. അതിനെന്ത് അർത്ഥം? രഞ്ജിത്ത് ഒരാളാണ് തീരുമാനിച്ചത്? എനിക്കറിയില്ല. ഇപ്പം രഞ്ജിത്ത് പറഞ്ഞ പോലെ കരയിലുണ്ടായിരുന്നുവെങ്കിൽ അവൻ ഭയങ്കര ഹീറോ ആയത്. അവൻ്റെ വാക്കൊന്ന് തെറ്റിപ്പോയപ്പോഴത്തേന് അവൻ ഹീറോ പരിവേഷം അല്ലാതായിപ്പോയി. എനിക്ക് തോന്നുന്നു മലയാളികൾ ഭൂരിപക്ഷവും ധരിച്ചിരുന്നത് അത് കരയിൽ തന്നെയാണ് എന്നുള്ളത് 100% ഉറപ്പായിട്ടാണ് എല്ലാവരും ധരിച്ചത്. അതിപ്പോൾ ഇന്നലെ അത് കണ്ടുപിടിച്ചപ്പോൾ അപ്പോഴും നമ്മുടെ അർജുൻ്റെ ഇതാണെന്ന് റിപ്പോർട്ടുകളുണ്ടെങ്കിൽ അത് പുറത്തെടുത്തതിന് ശേഷം നമുക്ക് പറയാൻ പറ്റുള്ളൂ അർജുൻ്റെ ഇത് തന്നെയാണ്. അപ്പം തന്നെ ഫൈബറുടെ രഞ്ജിത്തിനെതിരെ ആക്രമണം. ചാനലുകൾ ഇത്രയും നാൾ പൊക്കിക്കൊണ്ട് കിടന്ന ചാനലുകൾ തള്ളി പറയാൻ തുടങ്ങി. മോശം പ്രവണത. ഈ രഞ്ജിത്ത് എന്ന് പറയുന്ന വ്യക്തിയെപ്പറ്റി ഒരു റിപ്പോർട്ട് ഞാൻ കാണാനിടയായി. അത് സത്യം പറഞ്ഞാൽ എന്നെ ഞെട്ടിപ്പിച്ചു. 33 വയസ്സ് മാത്രമേ ഉള്ളൊരു മനുഷ്യൻ. അദ്ദേഹം രാജ്യം നേരിട്ട പല ദേശീയ ദുരന്തങ്ങളിലും രക്ഷാപ്രവർത്തകനായി ദ്രുത കർമ്മസേനയോടൊപ്പം രഞ്ജിത്ത് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. 2013 ഉത്തരാഖണ്ഡിലെ മേഘവിസ്ഫോടനം, 2018 കേരളത്തെ നടക്കിയ പ്രളയം, നമുക്കത് പറയാതിരിക്കാൻ നിർവാഹമില്ലല്ലേ. 2019 കവളപ്പാറ ഉരുൾപൊട്ടൽ, 2020 ഇടുക്കി പെട്ടിമുടി ഉരുൾപൊട്ടൽ, 2021 ഉത്തരാഖണ്ഡിലെ മഞ്ഞുമല ഇടിഞ്ഞുണ്ടായ എന്താണ് തപോവൻ തണൽ ദുരന്തം, കഴിഞ്ഞ കൊല്ലം നവംബറിൽ ഉത്തരാഖണ്ഡിലെ തന്നെ ചാർധാം തീർത്ഥാടന പാത തുരങ്കത്തിൽ കുടുങ്ങിയ 40 പേരെ രക്ഷപ്പെടുത്താൻ നടത്തിയ ശ്രമം. ഇതിലെല്ലാം ഈ രഞ്ജിത്ത് പങ്കാളികളായി. ഈ 33 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു മനുഷ്യൻ ഇതിലെല്ലാം പങ്കാളികളായി. ഇതൊക്കെ ഞാൻ ഉൾപ്പെടെയുള്ളവർ നമ്മളെന്ത് ചെയ്യുകയായിരുന്നു? നമ്മളിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം ഇതും യാതൊരുവിധ പ്രതിഫലവും ഇല്ലാതാണ് അവൻ ഇറങ്ങിപ്പുറപ്പെട്ടത്. ഇറങ്ങിപ്പുറപ്പെട്ടു. ആ വീട്ടുകാർ, അർജുൻ്റെ വീട്ടുകാരുടെ, അമ്മയുടെ, ഭാര്യയുടെ, പെങ്ങളുടെ ഒക്കെ വിഷമം കാണാതെ അവിടെ ഒന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞപ്പം തന്നെ കൊണ്ടാവുന്നത് പോലെ ഞാൻ ചെയ്യും എന്ന് വിചാരിച്ച് ഇറങ്ങിപ്പുറപ്പെട്ട വ്യക്തിയാണ്. ഇപ്പോൾ ഈ കുറ്റം മൊത്തം രഞ്ജിത്തിന്. ബാക്കി എല്ലാവരും പുണ്യാളന്മാരായി. ഇത്രയും നാളും മാപ്പ് വരച്ച് ഇന്നിടത്തുണ്ട് അർജുൻ, അവിടെ കുഴിച്ച് നോക്കൂ, ഇവിടെ കുഴിച്ച് നോക്കൂ, ഇവിടെ ഉണ്ട്, അതങ്ങനെ വരുവാണെങ്കിൽ ഇങ്ങനെ വരത്തുള്ളൂ എന്ന് പറഞ്ഞ് നടന്ന ബാക്കി മാധ്യമങ്ങളെല്ലാം നല്ല വിളയായി. ഇപ്പം രഞ്ജിത്ത് മാത്രമാണ് കുറ്റക്കാരൻ. രഞ്ജിത്ത് തട്ടിപ്പുകാരനായി മാറി. അതാണ് ഞാൻ പറഞ്ഞത്. ഈ നല്ല മനസ്സുള്ളവർ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ ഒന്നുമില്ലെങ്കിൽ അവനെ നമ്മൾ പുച്ഛിക്കാതിരുന്നു കൂടെ. സത്യം, ഈ ചെറുപ്പക്കാരൻ ഇത്രയും
ദുരന്തത്തിലൊക്കെ പങ്കാളിയായൊരു മനുഷ്യന് നാളെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ പോകാൻ തോന്നുമോ? എന്തിന് ഞാൻ പഴി കയറ്റി മേടിച്ച് വെക്കുന്നു എന്നൊരു തോന്നലുണ്ടാകത്തില്ലേ? പക്ഷെ അതൊരു വലിയ കഷ്ടമായി. ഈ ഒരു എന്നിട്ട് പോലും ഞാനിതാ പറഞ്ഞത്, രഞ്ജിത്ത് 2 ദിവസം മുമ്പ് ഇത് കണ്ടെത്തി, ആധുനിക ഉപകരണങ്ങളുണ്ട്. എന്നിട്ട് പോലും ഈ സ്പോട്ട് കണ്ടുപിടിച്ചെങ്കിൽ അവിടുന്ന് ആ ലോറിയോ അല്ലെങ്കിൽ അർജുൻ അതിനകത്തുണ്ടോ എന്ന് നോക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പം അവിടുത്തെ അവസ്ഥ അതുപോലെ പരിതാപകരമാണ്. നമ്മൾ വിചാരിക്കുക നമ്മൾ ഇവിടെ ഇരുന്ന് കാണുന്നത് പോലെ അല്ല. ടി വിക്കാർ അവിടെ നിന്ന് കണ്ടു കഴിഞ്ഞപ്പം ഇന്നലെ ചെറിയൊരു ചാറ്റൽ മഴ പെയ്തപ്പം ഓടി ഒളിക്കുന്നത് കണ്ടു നമ്മൾ. പക്ഷെ അതിനു മുമ്പ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ മഴ പെയ്യുവാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഇതില്ലേ മറ്റേതില്ലേ മറിച്ചതില്ലേ എന്നൊക്കെ ചോദിച്ച ചാനലുകാർ. നമുക്കെന്തും പറയാം. സത്യം പറഞ്ഞാൽ ആ മനുഷ്യൻ്റെ നന്മ പ്ലീസ് നമ്മൾ നുള്ളാൻ പാടില്ല. അവൻ്റെ ഒരു വാക്ക് തെറ്റി. രഞ്ജിത്ത് മാത്രമല്ലായിരുന്നല്ലോ അവിടെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നത്. അപ്പം രഞ്ജിത്തിൻ്റെ വാക്കുകൾ മാത്രം ഇത് പൊക്കി പിടിക്കുന്നത് എന്തോ ഒരു ആ ചെറുപ്പക്കാരനോട് എന്താ പറയുന്നത്, ഈ പൊതുജനങ്ങളുടെ മധ്യത്തിൽ താറടിച്ച് കാണിക്കാനുള്ള നീചമായ ശ്രമമാണെന്ന് എനിക്ക് തോന്നുന്നു. രഞ്ജിത്തെ, നീ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല. ഇത് ചിന്തിക്കുന്ന നല്ലവരായ ജനങ്ങൾ നിന്നോടൊപ്പം ഉണ്ടാകും. അർജുനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തട്ടെ. അതുവരെ ഓക്കെ, മറ്റൊരു വിഷയമായി വീണ്ടും എത്താം. ഓക്കെ, ബൈ.